ഹായ്, ആരവ് ക്രിയേഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക, ലൈക്ക് ചെയ്തിട്ട് കാണുക, ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇന്ന് നമുക്ക് വളരെ സിമ്പിളായിട്ട് ഉരുളക്കിഴങ്ങ് വെച്ചിട്ട് ചപ്പാത്തിക്കും പൂരിക്കൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ടുള്ള കറി ഉണ്ടാക്കുന്നത് കാണാം കേട്ടോ. അപ്പോൾ ആദ്യം 3 ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. നന്നായിട്ട് കഴുകിയതിന് ശേഷം തൊലിയൊക്കെ കളഞ്ഞിട്ട് ഒരു കുക്കറിനകത്തേക്ക് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതേ ഇത്രയും ഞാൻ ചെറുതാക്കാനുണ്ട്, നമുക്കത് ഉടച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പെട്ടെന്ന് വേവുകയും ചെയ്യും ഇതുപോലെ ചെറുതാക്കി ഇട്ടിട്ടുണ്ടെങ്കിൽ. അപ്പോൾ നമുക്ക് എല്ലാ ഉരുളക്കിഴങ്ങും ഇതുപോലെ ചെറുതാക്കി കട്ട് ചെയ്തിട്ടിടാം. ആവശ്യത്തിന് വെള്ളം ചേർക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അടച്ച് വെച്ച് ഫ്ലെയിം ഓൺ ചെയ്ത് ഒരു വിസിലടിക്കുക കേട്ടോ. ഒരു വിസിലടിക്കുമ്പോഴേക്കും കറക്റ്റായിട്ട് വെന്തോളും. പ്രഷർ കംപ്ലീറ്റ് പോയതിന് ശേഷം നമുക്ക് തുറന്ന് നോക്കിയാൽ മതി. ഒരു സവാള നീളത്തിൽ കട്ട് ചെയ്തതും 1 ഇഞ്ച് വലുപ്പത്തിലുള്ള ഇഞ്ചിയും 3 വെളുത്തുള്ളിയും ചതച്ചെടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് കറിവേപ്പില എടുത്തിട്ടുണ്ട്. ഫ്ലെയിം ഓൺ ചെയ്ത് ചീനച്ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ചീനച്ചട്ടി നന്നായിട്ട് ചൂടാകുമ്പോൾ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതിനുശേഷം അതിനകത്ത് ചൂടായതിന് ശേഷം കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കടുക് നന്നായിട്ട് പൊട്ടിയതിന് ശേഷം 2 വറ്റൽമുളക് ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ നീളത്തിലരിഞ്ഞ ഉള്ളിയും പച്ചമുളകും ചതച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും വേപ്പിലയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കാം കേട്ടോ. കുക്കർ ഓഫ് ചെയ്തിട്ടുണ്ട്. കംപ്ലീറ്റ് പ്രഷർ പോയതിന് ശേഷം നമുക്കിനി തുറന്ന് നോക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ സവാളയൊക്കെ വാടി വന്നിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് ബ്രൗൺ കളറാക്കിയിട്ട് വാടി എടുത്തിട്ടില്ല കേട്ടോ. നന്നായിട്ടൊന്ന് വെന്തോന്ന് തോന്നുമ്പോൾ നമുക്ക് അതിനകത്തേക്ക് മഞ്ഞൾപ്പൊടി ആവശ്യത്തിനുള്ളത് ചേർത്ത് കൊടുക്കാം. കുക്കർ തുറന്നിട്ട് ആ വെള്ളത്തോട് കൂടി ഫുള്ളായിട്ട് ഞാൻ ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുത്തിട്ട് അതിൽ തന്നെ ഇട്ടിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഉള്ളി വാട്ടിയെടുക്കുന്ന സമയത്ത് ലോ ഫ്ലെയിമിലാക്കി വെക്കുക. ബാക്കി അങ്ങോട്ട് ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ടാണ് ചെയ്യുന്നത്. നന്നായിട്ടൊന്ന് ഉടച്ചതിന് ശേഷം ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് എത്രത്തോളം വേണം അതനുസരിച്ച് വറ്റിച്ചെടുക്കാം കേട്ടോ. ഒരുപാട് വെള്ളം കുറയ്ക്കണില്ല, കുറച്ച് വെള്ളത്തോട് കൂടിയിട്ടാണ് എടുക്കുന്നത്. കുറച്ച് നേരം കഴിയുമ്പോൾ കട്ടയാവും. ഈ സമയത്ത് ഉപ്പ് കുറവുണ്ടെങ്കിൽ കുറച്ച് ഉപ്പിട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ അതേ ഇത്രയും മതി കേട്ടോ. ഞാനിത് ഓഫ് ചെയ്യാണ്. ഓഫ് ചെയ്തതിന് ശേഷം വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. ഇത്രേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ടും രുചികരമായിട്ടും പൂരിക്കും ചപ്പാത്തിക്കും പറ്റിയിട്ടുള്ള കറി ഉണ്ടാക്കാം കേട്ടോ. വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്